മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റ് അടുത്ത കഥയായിട്ടുള്ള കീറിപ്പൊളിഞ്ഞ ചകലാസ് എന്ന പാഠമാണ്. കീറിപ്പൊളിഞ്ഞ ചകലാസ് ഇത് ചെറുകഥയാണ്. ഈ ചെറുകഥ എഴുതിയത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മാധവിക്കുട്ടി എന്നറിയപ്പെടുന്ന മാധവിക്കുട്ടി അല്ലെങ്കിൽ കമലാദാസ് അല്ലെങ്കിൽ കമലാ സുരയ്യ എന്നാണ് ആ കഥാകാരിയുടെ പേര്. അപ്പൊ നമുക്ക് അവരുടെ ആ പ്രൊഫൈൽ നോക്കാം. 1934 ജനിച്ചു. 2009 അവർ നമ്മെ വിട്ടുപോകുന്നത്. തൃശ്ശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്താണ് ജനിച്ചത്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുപോലെ പ്രശസ്തയായ എഴുത്തുകാരിയാണ്. മലയാളത്തിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷിൽ കമലാദാസ് എന്ന പേരിലുമാണ് അവർ രചനകൾ നടത്തിയിരുന്നത്. നമ്മളെ പ്രസിദ്ധയായ സാഹിത്യകാരി ബാലാമണി അമ്മയുടെ മകളാണ്. വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ഏഷ്യൻ വേൾഡ് പ്രൈസ്, ഏഷ്യൻ പൊയട്രി പ്രൈസ്, കെന്റ് അവാർഡ് എന്നിവ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കൃതികൾ നിങ്ങൾ അത് നോക്കി വായിച്ചുകൊള്ളുക. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സാഹിത്യകാരിയാണ്. അപ്പൊ അവരുടെ കഥ നമുക്കിന്ന് പരിചയപ്പെടാം. കീറിപ്പൊളിഞ്ഞ ചകലാസ്. ഇപ്പൊ ചകലാസ് എന്ന് പറഞ്ഞാല് ഒരു കമ്പിളി പുതപ്പാണ്. നാലും നൂലുമായ അല്ലെങ്കിൽ യാതൊരു ഉപയോഗവും ഇല്ലാത്ത ഒരു കമ്പിളി പുതപ്പ്. ആ കമ്പിളി പുതപ്പ് പോലെ അല്ലെങ്കിൽ യാതൊരു ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരമ്മയെ കുറിച്ചും മകനെ കുറിച്ചും മകളെ കുറിച്ചും ചർച്ച ചെയ്യുന്ന, അതായത് നമ്മുടെ ഇന്നത്തെ കാലത്ത് വളരെ നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് യോജിച്ചു നിൽക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ വായിക്കുക. കീറിപ്പൊളിഞ്ഞ ചകലാസ്. നമുക്ക് ആ പാഠം ഒന്ന് പരിചയപ്പെടാം. യാതൊരു മുന്നറിയിപ്പും കൂടാതെ അയാൾ ഉൾനാട്ടിലുള്ള തന്റെ വീടിന്റെ പടിക്കൽ സർക്കാർ വക ജീപ്പിൽ വന്നിറങ്ങിയപ്പോൾ ഉമ്മറത്ത് ഒരു ചാരു കസേരമേൽ കിടക്കുകയായിരുന്ന അമ്മ എഴുന്നേൽക്കുവാനൊരു ശ്രമം നടത്തി. വളരെ പ്രായം ചെന്ന ഒരു അമ്മയാണ്. ആ അമ്മയ്ക്ക് 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും. അപ്പൊ മൂത്തത് പെൺകുട്ടിയാണ്, ചേച്ചിയാണ്. അപ്പോൾ അനിയനാണ് വന്നിരിക്കുന്നത്. അയാള് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാർ വക ജീപ്പിൽ വന്നിറങ്ങിയിരിക്കുക. കമലം, ആരാ വന്നിരിക്കണ്? അവർ ചോദിച്ചു, അല്ലെങ്കിൽ അവർ പറഞ്ഞു. ആരാ കാറിൽ വന്നിരിക്കണ്? അമ്മ പറയുകയാണ്. കമലം, മകളുടെ പേരാണ് കമലം. ആരാ വന്നിരിക്കണ്? ആരാ കാറിൽ വന്നിരിക്കണ്? അപ്പൊ സ്വന്തം മകനാണ്. പക്ഷേ മകനെ തിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥയിലായി അമ്മ. വിധവയായ മൂത്ത മകൾ ഒരു തോർത്ത് കൊണ്ടുകൊണ്ട് തലയും ചെവിയും മൂടി ഉമ്മറത്തിണ്ണമേൽ ചൂളി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇപ്പൊ അമ്മയെ നോക്കാനും കാണാനും അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഈ കമലം എന്ന, അവരും വിധവയാണ്, ഭർത്താവ് മരിച്ച സ്ത്രീയാണ്. അവരും രാവിലെയുള്ള ജോലികളെല്ലാം അല്ലെങ്കിൽ വൈകുന്നേരം വെറുതെ ചൂളി പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ എങ്ങോട്ടോ നോക്കിക്കൊണ്ട്. അവർ മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റ് വാതിൽക്കൽ ചെന്ന് പുറത്തെ ഇരുട്ടിലേക്ക് കണ്ണിറക്കിക്കൊണ്ട് നോക്കി. അപ്പോൾ ആരെ കാണുന്നു? തടിയനും കഷണ്ടിത്തലയനുമായ ഒരു മധ്യവയസ്കൻ പടി കടന്നു വരികയാണ്. അപ്പോ ഈ കമലത്തിന്റെ അനുജനാണ് വരുന്നത്. അയാള് തടിയനാണ്, തടിയുള്ള ആളാണ്, കഷണ്ടിത്തലയനാണ്, ഒരു മധ്യവയസ്കനാണ്. ചോദിച്ചു, ആര്? ഗോപിയോ? അവർ അയാളെ തന്റെ പരുക്കൻ സ്വരത്തിൽ വിളിച്ചു ചോദിച്ചു, എന്താ ഇങ്ങനെ ആരെയും അറിയിക്കാണ്ട ഒരു വരവ്? ആരാ അത് കമലം? അമ്മ ചോദിച്ചു. ഇത് ഞാനാണമ്മേ, ഗോപി. അയാൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് വന്നതാണ്. ആരാ കമലം? ആരാ വന്നിരിക്കണ്? അമ്മ പരിഭ്രമത്തോട് ചോദിച്ചു. അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കണ്? ജ്യേഷ്ഠത്തി ചോദിച്ചു. അമ്മയ്ക്ക് ഗോപിയെ ഓർമ്മയില്ലാണ്ടായോ? അയാൾ അമ്മയുടെ നേർക്ക് കുനിഞ്ഞ് തന്റെ മുഖം അവരുടെ ചുക്കിച്ചുളിഞ്ഞ കവിളുകളോട് അടുപ്പിച്ചു. അമ്മേ, ഇത് ഞാനാണ്, ഗോപി. അയാൾ പറഞ്ഞു. ഗോപിയോ? എന്താ കമലം ഈ കേൾക്കണത്? അവന്റെ സ്കൂള് പൂട്ടിയോ? അമ്മ ചോദിച്ചു. കണ്ടോ? അപ്പൊ ഗോപിയാണ് അല്ലെങ്കിൽ തന്റെ മകനാണെന്ന് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് ആ അമ്മ മാറിക്കഴിഞ്ഞു. എന്താ കമലയും കേൾക്കണം? അവന്റെ സ്കൂള് പൂട്ടിയോ എന്നാണ്. അപ്പൊ ഇപ്പോഴും തന്റെ മകനായ ഗോപി സ്കൂളിൽ പഠിക്കുന്ന ആ ഓർമ്മകൾ വരെ എത്തുന്നുള്ളൂ. അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയില്ല. അങ്ങനെ അമ്മ ചോദിക്കുകയാണ്, അവന്റെ സ്കൂള് പൂട്ടിയോ, സ്കൂൾ അടച്ചോ എന്നാണ്.
അമ്മയ്ക്ക് ഈയിടെയായിട്ട് ഇങ്ങനെയാണ്. ജ്യേഷ്ഠത്തി പറഞ്ഞു, ചിലപ്പോ യാതൊരു ഓർമ്മയില്ല, ചിലപ്പോ നല്ല ഓർമ്മയാ. അപ്പോ ചോദിക്കും ഗോപിയുടെ കത്ത് വന്നുവോ എന്ന്. അപ്പൊ ഞാൻ പറയും വന്നു വന്നു, ഗോപിക്കും വിമലയ്ക്കും കുട്ടികൾക്കും ഒക്കെ സുഖമാണെന്ന്. ഒരു കൊല്ലായി കത്ത് വന്നിട്ട് ഇന്ന് എന്തിനാ പറയണ്, അമ്മയെ വ്യസനിപ്പിച്ചിട്ട് എന്താ കാര്യം. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ മകന്റെ കത്തൊന്നും വരാറില്ല. എങ്കിലും അമ്മയുടെ മുമ്പിൽ ആ ചേച്ചി അല്ലെങ്കിൽ ആ സഹോദരി കള്ളത്തരമൊന്നും പറയാറില്ല. ദിവസവും കത്ത് വരുന്നുണ്ട്. അയാൾക്കും ഭാര്യയായ വിമലയ്ക്കും കുട്ടികൾക്കും ഒക്കെ സുഖമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ്, അയാളുടെ കത്ത് വന്നിട്ട് ഏകദേശം ഒരു കൊല്ലമെങ്കിലും ആയി. പക്ഷെ അമ്മയെ വ്യസനിപ്പിക്കണ്ട, വേദനിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ആ സഹോദരി എല്ലാം കള്ളം പറയുകയാണ്. കഴിഞ്ഞ കൊല്ലം എനിക്ക് ഉദ്യോഗകയറ്റം കിട്ടി, അതിനുശേഷം എനിക്ക് എല്ലായ്പ്പോഴും പണിത്തിരക്കാണ്, സർക്കിട്ടിനും പോകണം, കത്തെഴുതാൻ സമയം കിട്ടാറില്ല. അപ്പോ തന്റെ അമ്മയ്ക്ക് കത്തെഴുതുന്നതിന് അല്ലെങ്കിൽ അയാൾ തന്റെ ന്യായീകരണം കണ്ടെത്തുകയാണ്. അയാൾക്കറിയാൻ താൻ ചെയ്തത് തെറ്റാണ്, എങ്കിലും ആ ഉദ്യോഗകയറ്റം കിട്ടി, അപ്പൊ അതിനുശേഷം പണിത്തിരക്കാണ്, അതുപോലെ പുറത്ത് മറ്റു അല്ലെങ്കിൽ ഓഫീസ് കാര്യങ്ങൾക്ക് ഫീൽഡിൽ പോകണം, കത്തെഴുതാൻ സമയം കിട്ടാറില്ല എന്ന് ഒഴിവ് കഴിവുകൾ അയാൾ കണ്ടെത്തും. എന്നാൽ വിമലയെ കൊണ്ടെഴുതിച്ചൂടെ? അപ്പൊ നിനക്ക് സമയമില്ല, പക്ഷെ ഭാര്യയെ കൊണ്ടെഴുതിക്കാമല്ലോ, ജ്യേഷ്ഠത്തി ചോദിക്കുകയാണ്. അതോ അവൾക്കുണ്ടോ ഈ പണിത്തിരക്ക്? അപ്പൊ അവൾക്കും പണിത്തിരക്കുണ്ടോ? ആരോടാ നീ ഇങ്ങനെ പെറുപെറുക്കണത്? അമ്മ ചോദിച്ചു. ആരാ കാറിൽ വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ അമ്മയെ ഗോപിയാണെന്ന്, ജ്യേഷ്ഠത്തി ചോദിച്ചു. ഗോപിയോ? അവൻ ഡൽഹിയിലല്ലേ? അമ്മ ചോദിക്കുക. അതെ, ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നതാണമ്മേ, അയാൾ പറഞ്ഞു. ആരെയാ ഗോപി കല്യാണം കഴിച്ചിരിക്കുന്നത്? അമ്മ സ്വരം താഴ്ത്തിക്കൊണ്ടു. അപ്പൊ മരുമകളെ അറിയാൻ വയ്യ. ആരാ അവന്റെ ഭാര്യ? വിമല. ഓർമ്മയില്ലേ അമ്മയ്ക്ക്? ജ്യേഷ്ഠതി പറയുകയാണ്. ജ്യേഷ്ഠതി പറഞ്ഞു, അമ്മ വിമലയെ മറന്നോ? കളക്ടർ നമ്പ്യാരുടെ മൂത്ത മകൾ വിമല. അപ്പോ അയാളും വളരെ ഉന്നതമായ നിലയിൽ നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഞാൻ ആ പേര് മറന്നു. മോറ്, ഗോപിയുടെ കത്ത് വന്നോ കമലം? ഇന്നും കത്ത് വന്നില്ലേ? ഉവ്വ്, അവന്റെ കത്ത് നിത്യവും വരാറുണ്ട്, ജ്യേഷ്ഠത്തി പറയുക. അപ്പോ നമുക്കറിയാം സത്യം എന്താണ്. പക്ഷെ എങ്കിലും സഹോദരി അയാളെ രക്ഷിക്കാൻ വേണ്ടി അമ്മയെ വേദനിപ്പിക്കണ്ട എന്ന് കരുതി കള്ളത്തരം പറയുകയാണ്. അവന്റെ കത്ത് നിത്യവും വരാറുണ്ട്, അവന്റെ കത്ത് വന്നില്ലെങ്കിലേ എന്റെ വയറ്റിൽ തീയാണ്, അമ്മ പറയുക. അതാണ് അമ്മ. അപ്പൊ അവന്റെ കത്ത് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അത് വായിച്ചു കേൾക്കണം, ഇല്ലെങ്കിൽ എന്റെ വയറ്റിൽ തീയാണെന്ന്. അപ്പൊ അമ്മയുടെ മനസ്സിൽ വല്ലാത്ത വേദനയാണ് കത്ത് കണ്ടില്ല എങ്കിൽ. അത് അവനറിയാം, അതുകൊണ്ടാണ് അവൻ നിത്യവും കത്തയക്കണത്. ഞാൻ പറഞ്ഞില്ലേ. ജ്യേഷ്ഠത്തി അയാളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, നിനക്ക് അവിടെ ഇരിക്കുമ്പോ ഇതൊന്നും മനസ്സിലാവില്ല. ആരാ ഈ നിക്കണ്? അമ്മ വീണ്ടും ചോദിക്കുകയാണ്. ആരാ ഈ എന്റെ അടുത്ത് നിക്കണ്? ആരാ കാറിൽ വന്നിരിക്കുന്നത്? ഇത് ഞാനാണമ്മേ. തിരുവനന്തപുരം വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അമ്മയെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. കണ്ടോ, അയാളുടെ വാക്കുകളിൽ തന്നെ അറിയാം അയാളെന്തോ ഇതല്ല, അമ്മയെ കാണാനല്ല, മറ്റെന്തോ ഉദ്ദേശം അയാളുടെ മനസ്സിലുണ്ട്. അപ്പൊ തിരുവനന്തപുരം വരെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നപ്പോൾ അമ്മയെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. അതാണ് ഇവിടെ കഥാകാരിയുടെ വാക്കുകളുടെ അല്ലെങ്കിൽ വാക്കുകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അതാണ് അമ്മയെ ഒന്ന് കണ്ടേക്കാമെന്ന്. അപ്പൊ അമ്മയെ കാണാനല്ല, മറ്റെന്തോ ഒരു ഉദ്ദേശം അയാൾക്കുണ്ട്. നിങ്ങളുടെ അമ്മ എവിടെയാ താമസിക്കണത്? അമ്മ ചോദിച്ചു. അമ്മ ചോദിക്കുകയാണ്, നിങ്ങളുടെ അമ്മ ഈ നിൽക്കുന്ന ആളിനെ മകനാണെന്ന് അറിഞ്ഞുകൂടാ, നിങ്ങളുടെ അമ്മ എവിടെയാ താമസിക്കുന്നത്? ഇവിടുന്ന് കുറെ ദൂരം ഉണ്ടോ? ഇല്ല, ദൂരമില്ല, അയാൾ പറഞ്ഞു. ഈ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് വയ്യ, ജ്യേഷ്ഠത്തി പറഞ്ഞു. അയാൾ എഴുന്നേറ്റ് തന്റെ ചെറിയ തോൽപ്പെട്ടി തിണ്ണമിൽ വെച്ചു. പിന്നീട് അത് തുറന്ന് അതിലെ സാമാനങ്ങൾ അവിടെ നിരത്തി. ഷർട്ടുകൾ, കാലുറകൾ, ഫയലുകൾ, ക്ഷൗര സാമഗ്രികൾ. അപ്പൊ നാളെ പോകുന്നുള്ളൂ. അപ്പൊ ഷർട്ടും പാൻറ്റും ഫയലും ക്ഷൗരം ചെയ്യാനുള്ള സാമഗ്രികളും ഷേവ് ചെയ്യാനുള്ള സാമഗ്രികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മയെ കാണാൻ വന്നു. എന്തെങ്കിലും ഒരു സാധനം, അവർക്ക് കഴിക്കാനുള്ള ഒരു സാധനം പോലും അയാൾ കൊണ്ടുവന്നില്ല എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. അമ്മയെ കണ്ടിട്ട് ഏകദേശം 1 വർഷമായി. അമ്മയ്ക്ക് വേണ്ട എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അത് കഴിക്കാനുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തുണിയോ മറ്റൊന്നും കൊണ്ടുവരാതെയാണ് ആ മകൻ വന്നിരിക്കുന്നത്. അപ്പൊ അയാളുടെ ആ സ്വാർത്ഥത നോക്കണം. ഷർട്ടും കാലുറയും ഫയലും മറ്റും മാത്രമേ ഉള്ളൂ. ഗോപി അറിയോ? അമ്മ ചോദിച്ചു. മകനോട് തന്നെ ചോദിക്കുകയാണ്, ഗോപിയോട് തന്നെ ചോദിക്കുകയാണ്. ഗോപി അറിയോ? അവൻ ഡൽഹിയിലാ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ, അവന് കേസരി യോഗമുണ്ട്, അതുകൊണ്ടാ ഇങ്ങനെ അടിക്കടി കയറ്റം. അവനെ 2500 രൂപ ശമ്പളമുണ്ട്. അവനെ അറിയില്ലേ? അറിയും, അയാൾ പറഞ്ഞു.
അപ്പൊ മകന് കേസരി യോഗം ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ വളരെയധികം ഉന്നത നിലയിലെത്തും. അതുകൊണ്ടാണ് അടിക്കടി അവന് ഉദ്യോഗ കയറ്റമുണ്ട്, അപ്പൊ വളരെയധികം രൂപ ശമ്പളം ഉണ്ടെന്നൊക്കെ അമ്മയ്ക്ക് അറിയാം. പക്ഷേ തൊട്ടു മുന്നിൽ ഇരിക്കുന്ന ആള് തൻ്റെ മകനാണെന്ന് അറിയില്ല. അപ്പൊ അത്രമാത്രം ഓർമ്മയ്ക്ക് വളരെയധികം പ്രശ്നങ്ങളാണ്. അവനോട് പറയൂ, എനിക്കൊരു ചകലാസ് കൊടുത്തയക്കാൻ, എനിക്കൊരു കമ്പിളി പുതപ്പ് കൊടുത്തയക്കാൻ. അമ്മ പറഞ്ഞു, ഇവിടെ രാവിലെ മഞ്ഞ് സഹിക്കില്ല, എനിക്കാണെങ്കിലും ഇറക്കം പിടിച്ചാൽ അതോട്ട് മാറൂല്ല. ഒരു ചകലാസ് അയക്കാൻ പറയൂ, ചുവന്ന നിറം മതി. എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒന്ന്, അവൻ മദ്രാശി പഠിക്കുമ്പോൾ കൊണ്ടുവന്നതാണ്, അത് അപ്പടി കീറി, ഇപ്പൊ അത് ഉപയോഗിക്കാൻ വയ്യ. ഒരു നൂലാമാലയാ. അപ്പൊ അതൊരു നൂലാമാല പോലെയായി, കാരണം അതെടുത്ത് പുതയ്ക്കാൻ നിവർത്തിയില്ല, നൂലുകൾ മാത്രമേ ഉള്ളൂ. ഗോപിയോട് അയക്കാൻ പറയൂ ഒരു ചുവന്ന ചകലാസ്. പറയാം. അപ്പോ ഗതികെട്ട് അയാൾ പറയാ, അയാളോട് പറയാം, മറക്കരുത് കേട്ടോ. അമ്മ പറഞ്ഞു, ഇവിടത്തെ മഞ്ഞ് സഹിക്കില്ല, ഞാൻ ഇനി പോയി കുറച്ച് കിടക്കട്ടെ. ഇരുന്നിരുന്ന് എൻ്റെ പിരടി അല്ലെങ്കിൽ എൻ്റെ പിടലി കടഞ്ഞു, അല്ലെങ്കിൽ പിടലി കഴിക്കുന്നു. അമ്മയെ അകത്ത് കൊണ്ടുപോയി ആക്കിയതിന് ശേഷം അയാളുടെ ജ്യേഷ്ഠത്തി ഉമ്മറത്തേക്ക് മടങ്ങി വന്നു. ഗോപി എന്തിനാ വന്നിരിക്കുന്നത്? ഗൗരവത്തോട് ചോദിക്കുക. ഗോപി അമ്മയെ കാണാനല്ല, അമ്മയെ കാണാൻ മാത്രമല്ല. അതെയോ, അങ്ങനെയല്ലേ? അവിടെ ചെലവുകൾ കൂടിക്കൂടി വരികയാണ്, അയാൾ പറയുകയാണ്. അപ്പൊ ഈ കിട്ടുന്ന ഒന്നും പോരാ, വളരെയധികം ശമ്പളമുള്ള ജോലിയാണ്. അപ്പൊ അവിടെ ചെലവുകൾ കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ എനിക്ക് 4 കുട്ടികളായല്ലോ, എൻ്റെ ശമ്പളം കൊണ്ട് ഒന്നിനും തികയുന്നില്ല. കുറച്ചൊരു അന്തസ്സിൽ ജീവിക്കുകയും വേണമല്ലോ. എൻ്റെ പേരിലുള്ള നിലം വിറ്റ് പണമാക്കിയാൽ അതെനിക്ക് വലിയ ഉപകാരമാണ്. അപ്പോൾ അതിനാണ് വന്നിരിക്കുന്നത്. അപ്പൊ അയാളുടെ ഓഹരിയായി കിട്ടിയ നിലം അല്ലെങ്കിൽ വയലിവിടെ ഉണ്ട്, അത് വിറ്റ് പണമാക്കി കൊടുക്കണം. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അപ്പൊ തൻ്റെ പേരിലുള്ള നിലം വിറ്റ് പണമാക്കി കൊടുത്താൽ അതും സഹോദരി ചെയ്തു കൊടുക്കണം, അത് വലിയ ഉപകാരമാവും. അതിനെപ്പറ്റി ഏട്ടത്തിയോട് സംസാരിക്കാനാണ് അദ്ദേഹം വന്നത്, അല്ല അമ്മയെ കാണാൻ വേണ്ടി മാത്രമല്ല. നിലം വിറ്റ് നിന്റെ ഓഹരിയും കൊണ്ട് നീ നിന്റെ പാട്ടിന് പോവും, പിന്നെ നിന്നെ ഒന്ന് കാണാനും കൂടി കഴിയില്ല. അപ്പൊ ഇത് സത്യം അയാളോട് തന്നെ പറയാം. അപ്പൊ നിന്റെ പേരിലുള്ള ആ സ്ഥലം വിറ്റ് നിനക്ക് നിന്റെ പാട്ടിന് പോകണം, ഇതാണ്. അങ്ങനെയൊന്നുമില്ല. അയാൾ പറഞ്ഞു, സൗകര്യപ്പെടുമ്പോൾ ഞാൻ വരാം. അതാണ് സൗകര്യപ്പെടുമ്പോൾ, അതായത് അമ്മയെ കാണാനും നിന്റെ സൗകര്യം. ജ്യേഷ്ഠത്തി നീരസത്തോടെ പറഞ്ഞു, 5.5 കൊല്ലം കഴിഞ്ഞപ്പോഴല്ലേ നിനക്ക് സൗകര്യം കിട്ടിയത്? അമ്മയ്ക്ക് 83 വയസ്സ്. ഇന്നോ നാളെയോ എന്ന മട്ടിലാണ് ഇപ്പോഴത്തെ സ്ഥിതി. അമ്മയെ വന്ന് കാണാൻ നിനക്ക് ഇത്രയും കാലം തോന്നിയില്ലല്ലോ, അമ്മയ്ക്ക് എന്നെ ഓർമ്മയില്ലല്ലോ. അയാൾ ചിരിക്കുവാൻ ശ്രമിച്ചു. അതാണ്. അപ്പൊ അയാൾക്ക് അതിന് ന്യായമുണ്ട്. അമ്മയ്ക്ക് തന്നെ ഓർമ്മയില്ലല്ലോ, പിന്നെ എന്തിനു താൻ വരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അയാൾ അങ്ങനെ ചിരിക്കുക. നിനക്ക് അമ്മയെ ഓർമ്മയുണ്ടോ ഗോപി? അപ്പൊ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, പക്ഷെ നിനക്ക് അമ്മയെ ഓർമ്മയുണ്ടോ എന്ന് ജ്യേഷ്ഠത്തി ചോദിക്കുക. അപ്പൊ അങ്ങനെ ആ കഥ അവിടെ നിൽക്കുകയാണ്. ബാക്കി നാം നമ്മുടെ മനസ്സിലിട്ട് ആ കഥ അതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ വിട്ടുകൊണ്ട് കഥാകാരി അവിടെ നിർത്തുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇന്നത്തെ അല്ലെങ്കിൽ സമകാലിക സാഹചര്യത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കഥയാണ് ഇത്. അപ്പോൾ വീണ്ടും വീണ്ടും വായിക്കുക, ആ കഥയുടെ ആഴങ്ങളിലേക്ക് ചെല്ലുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠവുമായിട്ട് ചേരാം.